ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇറ്റ്സ് മീ ഷെബ്നത്ത്. ഷെബ്ന റഫീഖ് ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്റ്റൊമക് അൾസറിനെ കുറിച്ചാണ്. എന്താണ് സ്റ്റൊമക് അൾസർ എന്ന് ആദ്യം പറയാം. അതിന് നമുക്ക് മോദി കെയർ നൽകിയിട്ടുള്ള സപ്ലിമെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റൊമക് അൾസർ? ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ആമാശയ ഭിത്തിയിലും അതുപോലെ തന്നെ ചെറുകുടലിലൊക്കെ ഉണ്ടാകുന്ന മുറിവുകളെയാണ് നമ്മൾ അൾസർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതി, അതുപോലെ തന്നെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, അതുപോലെ തന്നെ ജങ്ക് ഫുഡ് കൂടുതലായിട്ട് സ്ഥിരമായിട്ട് കഴിക്കുക, അതുപോലെ മദ്യപാനം, പുകവലി, അതുപോലെ തന്നെ നമുക്ക് എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയസിൻ്റെ ഇൻഫെക്ഷൻ മൂലവും നമുക്ക് ഈ ഒരു ആമാശയത്തിൽ അല്ലെങ്കിൽ ചെറുകുടലുകളിൽ മുറിവുകൾ വരാം. ഈ മുറിവുകൾ കൂടുതലാകുന്ന സമയത്താണ് നമുക്കത് അൾസറായിട്ട് മാറുന്നതും പല പ്രശ്നങ്ങളിലേക്കും അത് എത്തിക്കുന്നതും. അപ്പോൾ നമ്മളിത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലർക്കും ജോലി തിരക്കുകൾ കാരണമൊക്കെ ടൈമിന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ടോ അവർക്ക് ജങ്ക് ഫുഡിനെ ആശ്രയിക്കേണ്ടി വരികയാണ്. അപ്പോൾ ആ സമയത്തും സ്ഥിരമായിട്ട് കഴിക്കുന്ന ഈ സമയത്തും ഈ പറയുന്നത് പോലെ തന്നെ സ്റ്റൊമക് അൾസറിലേക്ക് അതെത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നോൺ സ്റ്റീറോയിഡ് ആയിട്ടുള്ള ടാബ്ലറ്റുകൾ, ഇപ്പോൾ പെയിൻ കില്ലറൊക്കെ പോലുള്ള ടാബ്ലറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്കും ഈ സ്റ്റൊമക് അൾസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനക്കുറവ് ഉണ്ടാവുക, അതുപോലെ തന്നെ നെഞ്ചിൻ്റെ ഒരു ഭാഗത്തായി മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിരിച്ചിൽ അനുഭവപ്പെടുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓക്കാനം ഉണ്ടാവുക, കൂടുതലായിട്ട് ക്ഷീണം ഉണ്ടാവുക, അതുപോലെ എന്താ പറയുക നമുക്ക് എപ്പോഴും ഏമ്പക്കം വരുന്നൊരവസ്ഥ, അതുപോലെ നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്തും നെഞ്ചിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് എപ്പോഴും അസ്വസ്ഥത അനുഭവപ്പെടുക. ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ്. സ്റ്റൊമക് അൾസർ ഉണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ, കുറച്ച് സപ്ലിമെൻറ്റ്സുകൾ, ഇപ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് ഇത് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മുടെ ബോഡി പല രീതിയിലുള്ള രോഗാവസ്ഥയായിട്ട് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ നിന്നും അത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് കിട്ടുന്നില്ല. പലതരത്തിലുള്ള രാസവസ്തുക്കളും കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളായിരിക്കാം. പക്ഷേ അത് പലർക്കും ഇന്ന് സമയക്കുറവ് കൊണ്ട് അതിന് കഴിയുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങളാണ് കൂടുതൽ വരുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസോ മിനറൽസോ പ്രോട്ടീൻസോ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിത് കിട്ടണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സപ്ലിമെൻറ്റ്സുകളെ ആശ്രയിക്കുക തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി, ഇപ്പോൾ സ്റ്റൊമക് അൾസറിന് വേണ്ടി നമുക്കിവിടെ എന്തൊക്കെയാണ് സപ്ലിമെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നോനി ജ്യൂസാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. നോനി ജ്യൂസ് എന്ന് പറയുമ്പോൾ സർവ്വരോഗ സംഹാരി ആണ് ഇതിന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ളത് നോനി പഴത്തിൻ്റെയും കോക്കും പഴത്തിൻ്റെയും എക്സ്ട്രാക്റ്റാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. നോനി എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പഴം അല്ല ഈ നോനി എന്ന് പറയുന്നത്. അതിന് ഭയങ്കരമായിട്ടുള്ള, അത് പഴുത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാനാവാത്ത ഗുണങ്ങളാണ് ആ ഒരു പഴത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു നോനി പഴത്തിൻ്റെയും അതുപോലെ തന്നെ കോക്ക് എന്ന് പറയുമ്പോൾ അത് വൈറ്റമിൻ സിയുടെ കലവറയാണ്. ഈ ഒരു കോക്കുമിൻ്റെയും എക്സ്ട്രാക്റ്റാണ്. കാരണം നോനിപ്പഴത്തിനെ കോക്കുമായിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും കുടിക്കുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കോക്കും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ടോട്ടലി നമ്മളെ ബോഡിയുടെ മെയിൻ്റെനൻസിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നോനി ജ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെൽസുകളെ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തെ, ആമാശയത്തിൻ്റെ ആരോഗ്യത്തിന് എല്ലാം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നോനി ജ്യൂസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് നല്ലൊരു ക്ലെൻസർ കൂടിയാണ്. നമ്മുടെ കുടലിനെയൊക്കെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നോനി ജ്യൂസ് എന്ന് പറയുന്നത്. ഇത് ഒരു വേദന സംഹാരി കൂടിയാണ്. ഇപ്പോൾ സ്റ്റൊമക് അൾസറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വയറിനുള്ളിൽ ഒരു എരിച്ചിൽ, അതുപോലെ തന്നെ ഒരു വേദനയൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കിത് എന്താണ്, വേദന സംഹാരിയായിട്ട് കൂടി ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ കുടലിലും ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന മുറിവുകളെ ഉണക്കാനായിട്ട് കൂടി നോനി ജ്യൂസ് സഹായിക്കുന്നുണ്ട്. നോനി ജ്യൂസ് നമ്മൾ കഴിക്കേണ്ടത് ആദ്യത്തെ 3 ദിവസങ്ങളിൽ 5 മില്ലി കഴിക്കാം. അടുത്ത 3 ദിവസങ്ങളിൽ 10 മില്ലിയാണ് കഴിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് 15 മുതൽ 30 മില്ലി വരെ കഴിക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഗാർഗിൾ ചെയ്ത് എന്ന് വെച്ചാൽ നമ്മുടെ വായിലെ ഉള്ളിലൊക്കെ ഒന്ന്
ചുറ്റിച്ച് നമ്മൾ സാവധാനം മറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായിലുണ്ടാകുന്ന ബാക്ടീരിയാസിനെയൊക്കെ അത് നശിപ്പിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടലുകളൊക്കെ ക്ലെൻസ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിൻ്റെ കുടലിൻ്റെ എന്ന് വെച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു ബോഡിയുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നോനി ജ്യൂസ് സഹായിക്കുന്നുണ്ട്. അതിന് ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, നോനി ജ്യൂസ് കഴിക്കാൻ പറ്റാത്ത 3 കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. കിഡ്നി രോഗികൾ, അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ, അതുപോലെ ഗർഭിണികൾ. ഈ 3 വിഭാഗക്കാർക്കും നോനി ജ്യൂസ് കഴിക്കാൻ പാടില്ല. പിന്നീട് വരുന്നത് അലോവേര ജ്യൂസാണ്. അലോവേര ജ്യൂസ് എന്ന് പറയുമ്പോൾ 99% അലോവേരയുടെ എക്സ്ട്രാക്റ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതും നമ്മുടെ ദഹനാരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ആമാശയത്തിലും കുടലുകളിലൊക്കെ ഉണ്ടാകുന്ന മുറിവുകൾ നല്ല രീതിയിൽ ഉണക്കാനായിട്ട് ഈ ഒരു അലോവേര ജ്യൂസ് സഹായിക്കുന്നുണ്ട്. അത് കൂടുതൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുണ്ണ് അല്ലെങ്കിൽ അൾസർ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് നല്ലൊരു റിലീഫ് കിട്ടാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് അലോവേര ജ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ മുടിയുടെയൊക്കെ ആരോഗ്യത്തിനും നമ്മുടെ നഖത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മില്ലി ജ്യൂസ് അത്ര തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ രാവിലെ കഴിക്കുക. രാവിലെ വെറുമറ്റിലാണ് കഴിക്കേണ്ടത്, വൈകിട്ട് ഫുഡിൻ്റെ അരമണിക്കൂർ മുമ്പ്. ഓക്കെ, ഇങ്ങനെയാണ് അലോവേര ജ്യൂസ് കഴിക്കേണ്ടത്. അതേപോലെ തന്നെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡീടോക്സ് ആണ്. ഡീടോക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോക്സിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീടോക്സ് യൂസ് ചെയ്യുന്നത്. വർഷത്തിലൊരു 3 മാസമെങ്കിലും നമ്മൾ ഈ ഡീടോക്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള എല്ലാ വിഷാംശങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടുന്ന ഫുഡുകൾ വിഷാംശങ്ങളേറിയ ഫുഡുകളാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫുഡിലൂടെയൊക്കെ എന്താണ് നമ്മുടെ രക്തത്തിലേക്കൊക്കെ വിഷാംശങ്ങൾ കയറിയിട്ടുണ്ടാകും, നമ്മുടെ ശരീരത്തിലൊക്കെ വിഷാംശങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും. ആ വിഷാംശങ്ങളെ പുറന്തള്ളാനായിട്ടാണ് നമ്മൾ ഡീടോക്സ് ഉപയോഗിക്കുന്നത്. ഇത് 8 ആയുർവേദിക് ഹെർബ്സ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഡീടോക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ദഹനാരോഗ്യത്തിന്, നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് എല്ലാം നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് ഡീടോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീടോക്സ് കഴിക്കേണ്ടത് രാവിലെ നമ്മൾ നോനി ജ്യൂസ് അലോവേര ജ്യൂസൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡീടോക്സ് കഴിക്കേണ്ടത്. ഡീടോക്സ് കഴിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം. അത് രാവിലെയും വൈകുന്നേരമാണ് നമ്മൾ കഴിക്കേണ്ടത്. വൈകിട്ട് ഫുഡിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പും രാവിലെ ഫുഡിൻ്റെ 10 മിനിറ്റ് മുമ്പും അങ്ങനെയാണ് നമ്മൾ ഈ ഡീടോക്സ് കഴിക്കേണ്ടത്. പിന്നീട് നമുക്ക് വരുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ നമ്മൾ മോദി കെയറിൻ്റെ ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ ഹൈ പവർ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ പ്രായതിക്ക് കുറയ്ക്കാൻ, ഷുഗറിന് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഗ്രീൻ ടീ ശരിക്കും നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന ചായ സ്കിപ്പ് ചെയ്ത് നമുക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കാം. അല്ല എങ്കിൽ നമുക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലഞ്ചിൻ്റെ ഒരു മണിക്കൂറിന് ശേഷം 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു ബാഗ് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അതിൻ്റെ സ്ട്രോങ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കാം. അപ്പോൾ എത്ര നമുക്കത് സ്ട്രോങ് വേണോ അത്രത്തോളം നമുക്കത് ഡിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഒരു ബാഗ് അതിലേക്ക് ഡിപ്പ് ചെയ്ത് നമുക്കൊരു 7 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മളത് ചെറു ചൂടോട് കൂടി കഴിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയും പ്രൊഡക്റ്റുകളാണ്, ഈ ഒരു പാക്കേജാണ് നമുക്ക് സ്റ്റൊമക്ക് അൾസറിന് വരുന്നത്. ഇത് ഉപയോഗിക്കാത്തവർ, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കുക. നോനി ജ്യൂസ് കഴിക്കുന്നവർ കിഡ്നി രോഗി അല്ലാതിരിക്കുക. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ, ഈ ഒരു വിഭാഗക്കാർക്ക് ഇത് കുടിക്കാൻ പാടില്ല. അല്ലാത്ത എല്ലാവർക്കും 6 വയസ്സ് മുതലുള്ള എല്ലാവർക്കും നോനി ജ്യൂസ് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ അലോവേര ജ്യൂസും ഡീടോക്സ് കഴിക്കുമ്പോൾ ഒരു 12 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഡീടോക്സ് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൂടി ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയ്ക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റൊമക്ക് അൾസറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാക്കേജിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.